നമസ്കാരം. 24 റൗണ്ട് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിൽ. കൊലപാതകം നടത്തുമെന്ന് സൂചന നൽകി പ്രതി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് 1 മണിക്കൂർ മുൻപ്. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളുമെന്നുറപ്പ് എന്നാണ് പോസ്റ്റിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റിട്ടു. വെടിയുതിർത്ത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, സന്തോഷിനെ 1 മണിക്കൂറിൽ തന്നെ പിടികൂടാൻ പോലീസിനായി എന്നുള്ളത് ഈ കേസിലേറെ നിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിലവിൽ സന്തോഷ് പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട്? പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ? പ്രവിത, സന്തോഷ് ഇപ്പോൾ ഉള്ളത് പരിയാരം പോലീസ് സ്റ്റേഷനിലാണ്. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും സന്തോഷിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സന്തോഷ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് ഇപ്പോൾ പറയുന്നത്. നേരത്തെ തന്നെ വ്യക്തിവൈരാഗ്യം രാധാകൃഷ്ണനോട് ഉണ്ടായിട്ടുണ്ട് എന്ന് സന്തോഷ് പറയുന്നുണ്ട്. എന്താണ് ആ വ്യക്തിവൈരാഗ്യത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഈ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷെ ആ തർക്കം മാത്രമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എന്തായാലും ഉള്ളത്. അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടിന്റെ പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് ഇവർ ഈ രാധാകൃഷ്ണനെ സ്ഥിരമായി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ തോക്ക് കൈവശം വെച്ച് ഇത് ആസൂത്രണം ചെയ്ത് ഈ കൊലപാതകത്തിലേക്ക് പോകണമെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള മോട്ടീവ് ഉണ്ടാവണം. നേരത്തെ ഉണ്ടായ എന്തെങ്കിലും ഒരു തർക്കത്തിന്റെ പേരിൽ മാത്രമായിരിക്കില്ല. തോക്ക് കൈവശം വെച്ച് കൃത്യമായി എത്തുന്നു. രാധാകൃഷ്ണനെ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതായത് ഈ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഈ കൊലപാതകത്തിന് മുമ്പും സന്തോഷ് ഫേസ്ബുക്കിൽ ചില കുറിപ്പുകൾ, അതായത് ഈ തോക്ക് പിടിച്ചുള്ള ഒരു ഫോട്ടോയും ഉൾപ്പെടെയുള്ള കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷവും ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കൊലപാതകം താൻ പക വീട്ടി കൊലപാതകം നടത്തി എന്ന് സൂചിപ്പിക്കുന്ന ചില വാക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ പോലീസ് ഇതിൽ അനുമാനിക്കുന്നത് കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സന്തോഷ് അവിടെ എത്തിയത്, അതായത് ഈ കൈതപ്പുറത്ത് എത്തിയത് എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇനി പോലീസിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി ഈ തോക്ക് കണ്ടെത്തുക എന്നതാണ്. അത് ഒരുപക്ഷെ ഈ സന്തോഷിനെ ചോദ്യം ചെയ്യലിലൂടെ തോക്ക് എവിടെയാണ് ഒളിപ്പിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ആ പരിശോധന എന്തായാലും പോലീസ് നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു അവ്യക്തത, അതായത് കൃത്യമായ മോട്ടീവിന്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ച് പോലീസിന് കൃത്യമായ ഒരു ചിത്രം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പോലീസ് വിശദീകരിക്കുന്നതുമുണ്ട്. ഇന്ന് വൈകിട്ട് രാധാകൃഷ്ണനെ ഇവർ കണ്ടുമുട്ടുന്നു. അവർ വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ കയ്യിൽ കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തിച്ച് കൃത്യമായി വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സന്തോഷിനെ മറ്റ് പ്രദേശവാസികളെല്ലാം തിരിച്ചറിഞ്ഞതോടെ തന്നെ പോലീസിന് ആ വിവരം നൽകുന്നു. അങ്ങനെ സന്തോഷാണ് ഈ കൊലപാതകി എന്ന് തിരിച്ചറിയുന്നു. 1 മണിക്കൂറിനുള്ളിൽ സന്തോഷിനെ പിടികൂടാൻ സാധിച്ചു. അങ്ങനെയാണ് അത് ഇപ്പോൾ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ നിർണായകമായി ഇനിയിപ്പോൾ അറിയേണ്ടത് എന്താണ് യഥാർത്ഥ കാരണം. ഈ പറയുന്നത് പോലെ നിലവിൽ ഇപ്പോൾ സന്തോഷ് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാട് മുമ്പ് നൽകിയ കരാറ് പിന്നീട് മറ്റൊരാൾക്ക് മാറ്റി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസവും മാത്രമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൃത്യമായ ഒരു ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം ഉണ്ടാകണം. ആ കാരണം തേടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പ്രതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്താണ് ഇയാളെ കുറിച്ച് പറയാനുള്ളത്? ഇയാളുടെ കയ്യിൽ എങ്ങനെയാണ് തോക്ക് ലഭിച്ചത്? ഈ കാര്യങ്ങൾക്കൊക്കെ ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ? ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പോലീസിന് കൃത്യമായ വ്യക്തതയില്ല. കാരണം ഈ തോക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ലൈസൻസ് ഉള്ള തോക്കാണെന്നുള്ള പ്രാഥമികമായ ചില വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷെ ഈ സന്തോഷിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, സന്തോഷ് ഫേസ്ബുക്കിൽ ഇത്തരം വെല്ലുവിളികളും ഇത്തരം പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന ആളാണ്. ഇയാൾ തോക്ക് കൈവശം വെച്ച് ഉപയോഗിക്കുന്ന ആളാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്തായാലും അങ്ങനെ ഒരു പശ്ചാത്തലം ഈ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സന്തോഷ് ശ്രീകണ്ഠാപുരം ഇരിക്കൂർ സ്വദേശിയാണ്. അടുത്ത കാലത്താണ് ഈ പെരുമ്പടവിലേക്ക് താമസം മാറ്റുകയും അവിടെ താമസം തുടരുകയും ചെയ്യുന്നത്. യഥാർത്ഥ സ്ഥലം എന്നുള്ളത് ഇരിക്കൂറാണ്, ശ്രീകണ്ഠാപുരം ഇരിക്കൂറാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമാണ് സന്തോഷിനുള്ളത്. നേരത്തെ എന്തെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ല. അത്തരമൊരു പശ്ചാത്തലമൊന്നും എന്തായാലും ഇല്ല എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ
അയാൾ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ആളാണ്. അത്തരം ആ തോക്ക് കൈവശം വെച്ച് അത് ഉപയോഗിച്ച് ഇയാളെ കൊലപ്പെടുത്തുക. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാളുടെ ഒരു ക്രിമിനൽ സ്വഭാവം സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. കൊലപാതകത്തിന് മുമ്പും ശേഷവും ഫേസ്ബുക്കിലൂടെ അത് അറിയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള അത്ര ക്രൂരമായ ഒരു മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സന്തോഷിനെ കുറിച്ചും സന്തോഷിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഒരു നടുക്കുന്ന സംഭവം തന്നെയാണ് ഈ കൈതപ്പുറത്തുണ്ടായിട്ടുള്ള പൂർണ്ണമായ ഒരു ഗ്രാമപ്രദേശത്തിൽ നടന്ന ക്രൂരമായ കൊലപാതകം. അതിന്റെ ഒരു ഞെട്ടൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള ഒരു നാടല്ല ആ കൈതപ്പുറം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് അവർ വലിയ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കൊല നടത്താൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ ഇവർ തമ്മിൽ ഉള്ളതായി നാട്ടുകാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് നാട്ടുകാർക്കും ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. അത്തരം ചോദ്യം ചെയ്യലിലൂടെ വരും മണിക്കൂറിൽ കൂടുതൽ വ്യക്തത വരും എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. ഞെട്ടിക്കുന്ന സംഭവമാണ് കണ്ണൂർ കൈതപ്രത്തുണ്ടായത്. 49-കാരനെ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മുതിർന്ന നേതാവ് കെ ഇസ്മായിലിനെ CPI-യിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്ക് നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിലാണ് നടപടിയെപ്പറ്റി അറിയില്ല എന്നാണ് കെ ഇസ്മായിലിന്റെ പ്രതികരണം. പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ പ്രതികരണത്തിന്റെ പേരിലാണ് ഒരു കാലത്ത് CPI-യിലെ സർവശക്തനായിരുന്ന കെ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തത്. എറണാകുളം ജില്ലാ കൗൺസിലിന്റെ പരാതി പരിഗണിച്ചാണ് നടപടി. വിവാദ പ്രതികരണത്തെ ന്യായീകരിച്ചുകൊണ്ട് നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ വിധം പെരുമാറിയതിൻ്റെ പേരിൽ പാർട്ടിയുടെ നേതാവ് സഖാവ് കെ ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. P. രാജു തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നായിരുന്നു ഇസ്മായിൽ നൽകിയ വിശദീകരണം. അച്ചടക്ക നടപടി വന്നതോടെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനോ ഉദ്ഘാടകനാകാനോ ഇനി ഇസ്മായിലിന് കഴിയില്ല. CPI-യിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കാനം വിരുദ്ധ പക്ഷത്തിന്റെ നേതാവായിരുന്നു കെ ഇസ്മായിൽ. സമ്മേളനകാലത്ത് സംസ്ഥാന നേതൃത്വത്തിനെതിരായി ഏകോപനം നടത്താൻ ഇപ്പോഴും കെൽപ്പുള്ള നേതാവാണ് കെ ഇ. അതുകൊണ്ടാണ് സമ്മേളനകാലത്ത് ഇസ്മായിലിനെ പുറത്താക്കാതെ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത്. നടപടിയോട് ഇസ്മായിൽ പ്രതികരിച്ചില്ല. അത് പിന്നീട് വരട്ടെ, അതെന്താ കഥ എനിക്കറിയില്ല. നിങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇതിൽ കവിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. ഒരുപാട് സഹാക്കൾ വിളിക്കുന്നുണ്ട്. അത് ഈ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും വിളിക്കുകയാണ്, ഞാനും കണ്ടു എന്ന് അവരോട് പറയുകയാണ്. അത്രയേ ഉള്ളൂ. നേരത്തെ പാലക്കാട്ടെ പാർട്ടി ഉമ്മതരെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഇസ്മായിലിനെ താക്കീത് ചെയ്തതെന്നാണ്. പാർട്ടി വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തരുന്ന നിബന്ധനയോടെയാണ് അന്ന് ദേശീയ നേതൃത്വം ഇടപെട്ട് നടപടി താക്കീതിൽ ഒതുക്കിയത്. എന്നാൽ ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശം ലംഘിച്ചതോടെ സംസ്ഥാന നേതൃത്വം നടപടിയിലേക്ക് പോവുകയായിരുന്നു. P. രാജുവിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്മായിലിനോട് വിശദീകരണം തേടാൻ കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. അർബുദ രോഗബാധിതനായ P. രാജുവിനെതിരായ നടപടി റദ്ദ് ചെയ്യാൻ കൺട്രോൾ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടും പാർട്ടി നേതൃത്വം നടപടിയെടുത്തില്ലെന്നായിരുന്നു ഇസ്മായിലിന്റെ അന്നത്തെ പ്രതികരണം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി വീണ ജോർജിന് അനുമതി ലഭിച്ചില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ച് നിവേദനം നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ സമരം തുടരുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വീണ ജോർജ് ഡൽഹിയിലെത്തിയത്. സമരം നടത്തുന്ന ആശാ വർക്കേഴ്സുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെങ്കിലും അനുമതി ലഭിച്ചില്ല. തുടർന്ന് നിവേദനത്തിലൂടെ ആശാ വർക്കേഴ്സിന്റേതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറിയെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെന്റേഷൻസ് 2 കൊടുത്തിട്ടുണ്ട്. ഇൻസെന്റീവ് അല്ല, ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന ആശമാരുടെ പ്രസ്താവനയിൽ നിന്നു തന്നെ രാഷ്ട്രീയം വ്യക്തമെന്ന മന്ത്രി. ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശാ കേന്ദ്ര സ്കീമാണ്. 2005-2006 ഈ ആശാ സ്കീം, കേന്ദ്ര സ്കീം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇൻസെന്റീവ്സ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് പറയുന്നത്.
ഈ മാസം 20-ന് റെസിഡന്റ് കമ്മീഷണർ മുഖേനയും 18-ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടി കത്ത് നൽകിയിരുന്നു. ആശമാരുടെ ആവശ്യങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യം ഉൾപ്പെടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. ആശാ വർക്കേഴ്സിന്റെ സമരം 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി തേടിയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം. വിനീത വിജി, 24, ഡൽഹി. ആശാ വർക്കേഴ്സിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത UDF. നിയമസഭ ബഹിഷ്കരിച്ച UDF MLA-മാർ നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള നിരാഹാര സമരം തുടങ്ങി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 39 ദിവസമായി തുടരുന്ന പ്രതിഷേധത്തോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് നിരാഹാര സമരത്തിലേക്ക് ആശാവർക്കർമാർ കടന്നത്. ഇടത് അനുഭാവിയായ KG താര ഉദ്ഘാടനം ചെയ്ത സമരത്തിന് UDF MLA-മാരും ഐക്യദാർഢ്യവുമായി എത്തി. മന്ത്രിമാർ തുടക്കം മുതൽ സമരത്തെ അധിക്ഷേപിക്കുകയാണെന്നും സമരത്തിൽ ആശമാർക്ക് ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സമരത്തോടൊപ്പമാണ്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ നന്നായിട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും. നമ്മൾ 12-14 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് ന്യായമായ പരിഹാരം കിട്ടണം. ആശാ വർക്കർമാരുടെ സമരത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കേരളവും വർദ്ധിപ്പിക്കുമെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. CPI-യും RJD-യും യോഗത്തിൽ വിഷയം ഉന്നയിച്ചപ്പോഴാണ് മറുപടി. സമരം തീർക്കണമെന്ന് ഘടകകക്ഷികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓണറേറിയം വർധനയടക്കം ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത്. 2 വട്ടം ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിട്ടും അനുകൂല തീരുമാനമില്ല. നിരാശരാകാതെ സമര മുദ്രാവാക്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തിയാണ് ആശാ വർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നത്. S. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മോദി സ്തുതിയിൽ ഉറച്ച ഡോക്ടർ ശശി തരൂർ MP. 2 വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഡോക്ടർ ശശി തരൂർ 24-നോട് പറഞ്ഞു. താൻ പറഞ്ഞതിനർത്ഥം കോൺഗ്രസിന് കേന്ദ്ര നയങ്ങളോട് യോജിപ്പുണ്ടെന്നാണ് എന്നും ശശി തരൂർ പറഞ്ഞു. തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിതിലൊരു വിവാദം കണ്ടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ പ്രശംസിച്ച് നടത്തിയ പരാമർശത്തെക്കാൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ് തരൂരിന്റെ ഈ വാക്കുകൾ. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, തങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സർക്കാരിന്റെ നയങ്ങൾ തന്നെ ശരിയെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് താനും ആവർത്തിച്ചത്. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ടെന്നുമാണ് ശശി തരൂർ 24-നോട് തുറന്നു പറഞ്ഞത്. പരാമർശം രാഹുൽ ഗാന്ധിക്കേറ്റ തിരിച്ചടിയെന്ന BJP പ്രതികരണത്തിലും തരൂരിന്റെ മറുപടി ഇങ്ങനെ. ഇല്ല, അദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞു. അപ്പൊ എങ്ങനെ തിരിച്ചടിയാവും? മോദി സ്തുതി പരാമർശത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാതെ അതേ വാക്കുകൾ ശശി തരൂർ വീണ്ടും ആവർത്തിച്ചു. റഷ്യ എതിരിക്കാത്ത കാരണം നമുക്ക് അവരൊപ്പം നല്ല ബന്ധമുണ്ട്, മറ്റേവരൊപ്പം നല്ല ബന്ധമുണ്ട്. പ്രധാനമന്ത്രി 2 രാജ്യത്തും പോയി കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് അഥവാ സമാധാനത്തിൽ ഭാരതത്തിനെ ആവശ്യപ്പെട്ടാൽ 2 രാജ്യങ്ങളും നമ്മളെ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു തിരുത്തലിനും തയ്യാറാകാതെ ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും പ്രതിരോധത്തിലായത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. മോദി സ്തുതിയിൽ ഇത്തവണ കോൺഗ്രസ് പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ശശി തരൂർ സ്വന്തം പരാമർശത്തെ ന്യായീകരിച്ചത്. ഇതോടെ കോൺഗ്രസ് പാർട്ടിക്കിനി മൗനം തുടരാനാകില്ല. കേന്ദ്ര സർക്കാർ നയങ്ങളോട് പാർട്ടിക്ക് യോജിപ്പുണ്ടായിരുന്നോ എന്നതിൽ കോൺഗ്രസിന് ഉത്തരം നൽകേണ്ടി വരും. R. അച്യുതൻ, 24, ഡൽഹി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധയാത്ര തുടരുന്നു. SKN40 4-ാം ദിനം.
ബ്യൂറോ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കേരള യാത്രയ്ക്ക് പിന്തുണയുമായി ജോയ് ആലുക്കാസ്. കൊല്ലത്തെ 2ാം ദിന പര്യടന വേളയിലാണ് പ്രമുഖ സ്വർണ്ണ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജോയ് ആലുക്കാസ് വരവേൽപ്പ് നൽകിയത്. SN കോളേജിൽ നിന്നുമാണ് SKN40 ലഹരിവിരുദ്ധ പ്രചാരണ യാത്ര കൊല്ലം ജോയ് ആലുക്കാസിലെത്തിയത്. ജോളി സിൽക്സ് റീറ്റെയിൽ മാനേജർ മഹേഷ് MJ, ജോയ് ആലുക്കാസ് മാനേജർ അരുൺകുമാർ TM, ജോളി സിൽക്സ് മാനേജർ പ്രതീഷ് PV, അസിസ്റ്റന്റ് മാനേജർ സന്തോഷ് കുമാർ, PR വിശ്വേശ്വരൻ പിള്ള എന്നിവർ ചേർന്ന് SKNനെ സ്വീകരിച്ചു. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ജോയ് ആലുക്കാസിന്റെ പൂർണ്ണ പിന്തുണ SKN നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്രയ്ക്കുണ്ടാകുമെന്ന് ആലുക്കാസ് അധികൃതർ ഉറപ്പു നൽകി. ലഹരിക്ക് വിരുദ്ധയുള്ള സാറിന്റെ നിർത്താത്ത സമരത്തിനും എല്ലാത്തിനും ഒരു ഉയർന്ന ഒരു കൈയോടുകൂടി തന്നെ സാറിനെ ചെയ്യുന്നു. സാറിനൊരു വിവിധ ഫ്ലോറുകളിലായി പ്രവർത്തിക്കുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമും വസ്ത്രശാലയും സന്ദർശിച്ച SKN ഓരോ ജീവനക്കാരെയും നേരിൽ കണ്ട് ക്യാമ്പയിന് പിന്തുണ തേടി. ഒപ്പമുണ്ടാകുമെന്ന് ജീവനക്കാരുടെ ഉറപ്പ്. ഇന്ന് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. സ്കൂളുകളിലും മറ്റിടങ്ങളിലും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയ് ആലുക്കാസ് നൂറുകണക്കിന് രോഗികൾക്ക് നിലവിൽ ഡയാലിസിസ് ചികിത്സാ സഹായങ്ങളടക്കം നൽകി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമാന ചിന്താഗതിയുമായി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിനുമായി രംഗത്തെത്തിയ SKN40യുടെ ഭാഗമാകാൻ ജോയ് ആലുക്കാസ് മുൻകൈയെടുത്തത്. 24 കൊല്ലം. കാസർഗോഡ് പരപ്പച്ചാലിൽ കേരള ബാങ്കിന്റെ അതിക്രമത്തിനിരയായ ജാനകിക്കും കുടുംബത്തിനും ആശ്വാസം. ചേനറ്റാടി തൂക്കപ്പിലാവ് സ്വദേശി ജാനകി കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടച്ചു. ജാനകിയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ ലോൺ തിരിച്ചടച്ചത്. പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് അക്കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ 3 സെന്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകും. അതായത് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള VR ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവരെ അതിന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറേ കൂടി ശ്രമങ്ങൾ വേണ്ടി വരും. സാധനമുണ്ട്, പിന്നെ കണ്ണ് കാണുന്നില്ല, വേസുണ്ട്, അതിന് ഗുളികയിലിങ്ങനെ നിൽക്കുന്നു പോകുന്നതല്ലേ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ജാനകിയുടെ ചികിത്സയ്ക്കായി കുടുംബം ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ജപ്തി നടപടികൾ. ജാനകിയും മകൻ വിജേഷും ഭാര്യയും വീട്ടിലെത്തിയപ്പോഴാണ് വീട് സീൽ ചെയ്ത നിലയിൽ കണ്ടത്. 2 ലക്ഷം ഉണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ചികിത്സ ചെയ്തെല്ലാം തെങ്ങുമെന്ന് വീണതിന് ശേഷം ഇത് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇപ്പോഴത് നിലവിൽ 6.5 ലക്ഷമായി എന്നാണ് അവർ പറയുന്നത്. 3ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുംബം പെരുവഴിയിലായി. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു സംഭവമാണ് ഇത് കാണുന്നത്. കാരണം കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അമ്മയ്ക്കും തീരെ സുഖമില്ലാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിങ്ങനെ കാണാത്ത സംഭവം കാണുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടായി. കുടുംബത്തിന്റെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ ജാനകിക്കും മക്കൾക്കും ആശ്വാസവുമായി എത്തി. ഒന്ന് ശരിയായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഈ സമയം വരെ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇപ്പോഴാണ്. 24 ചാനലിലൂടെ ആ വാർത്തയെ സംബന്ധിച്ച് ഇട്ടതുകൊണ്ട് പിന്നെ മലപ്പുറം ചേർത്തലയിലുള്ള ഒരു ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു. ആ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ അടയ്ക്കേണ്ട തുക ഉണ്ണികൃഷ്ണൻ തിരിച്ചടച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ ജാനകിക്കും കുടുംബത്തിനും ഇനി മുതൽ വീട്ടിൽ തന്നെ കഴിയാം. ജപ്തി നടപടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോൺ എടുത്തവരുടെ വീടിൻ്റെ പരിതാപകരമായ അവസ്ഥ കൂടി ബാങ്ക് അധികൃതർ മുഖവിലേക്കെടുക്കണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 83ാമത് ഷോറൂം ആലപ്പുഴ ഹരിപ്പാട് പ്രവർത്തനം തുടങ്ങി. ഉപഭോക്താക്കൾക്കായി ബൈ ആൻഡ് ഫ്ലൈ സമ്മർ സ്കീമും അവതരിപ്പിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി വിജയികൾക്ക് യൂറോപ്പ് ടൂർ പാക്കേജ് സമ്മാനമായി ലഭിക്കും. കുമാരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസി ആശാരിപ്പറമ്പിൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. AC, ഫ്രീസർ, കൂളർ, ഫാൻ, റെഫ്രിജറേറ്റർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കിഴിവുണ്ട്. 15 ബ്രാൻഡുകളിലായി 250-ൽ പരം മോഡൽ ACകൾ പിട്ടാപ്പള്ളിയിൽ ലഭ്യമാണ്. തവണ വ്യവസ്ഥയിൽ ACകൾ ലഭ്യമാണ്. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 83ാമത് ഷോറൂമാണ് ഇന്ന് ഹരിപ്പാടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും പിട്ടാപ്പിള്ളി എന്നുള്ള ബ്രാൻഡ് ആളുകൾക്ക് വളരെ സുപരിചിതമാണെന്നും ഞങ്ങളെപ്പോലുള്ള ബ്രാൻഡ് ആ നാട്ടിൽ ചെന്നതിൻ്റെ സന്തോഷം വളരെ വ്യക്തമായിട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഹരിപ്പാട്ടിലിവിടെ വന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൗരപ്രമുഖരും ഇത് തന്നെയാണ് പറഞ്ഞു. അവർ
കരിയിലക്കുളങ്ങരയും ആലപ്പുഴയൊക്കെ വന്ന് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ വാങ്ങി ഞങ്ങളുടെ സേവനം അനുഭവിച്ചവരാണ് പലരും. റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.